നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു ആത്മാവിൻ്റെ സംഭവത്തെക്കുറിച്ചാണ്. ഒരുപാട് പേരുടെ സംശയമാണ്, പലരും ചോദിക്കുന്നതാണ്, ആത്മാവിന് ശക്തിയുണ്ടോ? അത് ചോദിക്കാൻ കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് പുറത്ത് അതൊരു നിശ്വാസമാണ്, ഒരു ശ്വാസം മാത്രമാണ്. അതിന് എത്രത്തോളം ശക്തിയുണ്ട്, അത് ഈ നമ്മളെ കൊല്ലാനും എടുക്കാനും ഒക്കെ അതിന് സാധിക്കുമോ, ഉപദ്രവിക്കാൻ സാധിക്കുമോ, പലരുടെയും ചോദ്യമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പിസോഡ് അവതരിപ്പിച്ചിട്ടുള്ളതും ഈ പ്രേതങ്ങളെക്കുറിച്ച്, പ്രേതാനുഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ അധികമായും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് ചോദിക്കുന്ന ഇതാണ്, ആത്മാവിന് ശക്തിയുണ്ടോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. തീർച്ചയായിട്ടും അതിന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആത്മാവ്, മരിച്ചു പോകുന്ന ആത്മാക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് അല്ലെങ്കിൽ പേടിക്കേണ്ടുന്നത് ആദ്യം മരിച്ചു കഴിഞ്ഞ് വരുന്ന 13 ദിവസം. അത് നമ്മൾ ഒരുപാട് സൂക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം അത് ഞാൻ പറയാൻ കാര്യം, ഒരു 3 അനുഭവങ്ങൾ വെച്ചിട്ട്, അത് എനിക്ക് നേരിട്ട് അറിയാൻ പറ്റുന്ന 3 അനുഭവങ്ങൾ കൂടി വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. ആത്മാക്കൾ, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹവും വിട്ടൊഴിയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ മരണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് ദേഹി പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ജഡമാണ്. നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും? അത് മതാചാരപ്രകാരം പല വിധത്തിൽ അതിനെ മറവ് ചെയ്യുന്നു എന്നുള്ളതാണ്. കത്തിച്ച് കളയുന്ന രീതിയുണ്ട്. കാരണം അത് പിന്നീട് ഭൂമിക്ക് നാശമായിട്ട് വരുന്നു. ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ അതിനങ്ങ് നമ്മൾ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. പക്ഷേ നശിക്കാത്തതൊന്നേ ഉള്ളൂ ആത്മാവ്. അതൊരിക്കലും നശിക്കുന്നില്ല. അത് നേരെ പുറത്തു പോവുകയാണ്. പുറത്തു പോയി കഴിഞ്ഞാൽ ഹിന്ദു ആചാരപ്രകാരം പറയുകയാണെങ്കിൽ, ഓരോ മതത്തിനും ഓരോ ആചാരങ്ങളുണ്ട്. അപ്പം ഹിന്ദു ആചാരം പ്രകാരം പറയുകയാണെങ്കിൽ ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു, അത് ഗരുഡ പുരാണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് യമലോകത്തേക്ക് പോകുമെന്നും അടുത്ത നിമിഷത്തിൽ തന്നെ അത് തിരിച്ച് ഈ എവിടെയാണോ മരിച്ച് അല്ലെങ്കിൽ ഈ ആ ശരീരം കിടക്കുന്ന ആ ഭാഗത്തേക്ക് തിരിച്ചു വരുമെന്നും, പിന്നീട് 13 ദിവസത്തോളം വളരെ വിഷമത്തോടുകൂടി, കാര്യം മരണപ്പെട്ടു പോയി, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും വിഷമിക്കുന്നു, അല്ലെങ്കിൽ അവരെ എനിക്ക് തൊടാൻ പറ്റില്ല, അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അവരുമായിട്ട് അകന്നു മാറിക്കഴിഞ്ഞു എന്നുള്ള ചിന്ത മനസ്സിൽ, ആ ഒരു ചിന്തയോടുകൂടി ആത്മാവ് വളരെ വിഷമത്തോടുകൂടി 13 ദിവസം ആ അന്തരീക്ഷത്തിൽ വസിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അത് പറയാൻ കാര്യം, ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിനെക്കുറിച്ച്. കാരണം ഈ ദുർമരണപ്പെട്ടു പോകുന്ന ആത്മാക്കൾ, ദുർമരണം വെച്ച് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒന്നുകിൽ മറ്റുള്ളവരാൽ ആത്മഹത്യ ചെയ്യാൻ കാരണമാകുന്നവർ, കൊലപാതകങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് കേസുകെട്ടുകൾ, പ്രതികാരം വീട്ടിയിട്ടുള്ള ഈ 13 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ആ ഒരു പ്രതികാരം വീട്ടിയിട്ടുള്ള ആത്മാക്കൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 3 സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് മരണപ്പെട്ട് 13 ദിവസത്തിനുള്ളിൽ, ഈ 13 ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടേതായ ഈ ആത്മാക്കൾ അവരുടെ സ്പേസിലേക്ക് പോകുന്നെന്നും, അവിടെ 1 വർഷം വസിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ ആത്മാവിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ ചെയ്തു കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ, അതും പല മതക്കാരും പല വിധത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ആ തർപ്പണങ്ങൾ ചെയ്യുന്നതോടുകൂടി ഇവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയും, പിന്നീട് മോക്ഷപ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിതൃക്കളായി, അതായത് മനുഷ്യരാശിക്ക് ഒരു വിധത്തിലും ദോഷം ചെയ്യാത്ത വിധത്തിൽ ഉപരി നല്ല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്ന വിധത്തിലേക്ക് അവർ മാറുന്നു. പക്ഷേ ഈ 1 വർഷത്തിനുള്ളിൽ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ അവരാണ് പ്രേതാത്മാക്കളായിട്ട് വീണ്ടും ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഈ ആത്മാക്കൾക്ക് ഈ 13 ദിവസം ശക്തമായിട്ട് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ അവരുടേതായ ഒരു ഉള്ളിലുള്ള ദേഷ്യം, മരണത്തിന് കാരണമായ ദേഷ്യത്തിന് അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള 3 സംഭവങ്ങൾ, ചെറിയ സംഭവങ്ങളാണ് ഞാൻ പറയാം. ഒന്ന്, 2 സഹോദരങ്ങൾ, 2 പേരും നല്ല ജോലിക്കാരാണ്. ബിസിനസ്സൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഉയർന്നു വരുന്നു. പക്ഷെ അനിയൻ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സമ്പത്തിന് ഉടമയായി, ഒരുപാടെന്ന് വെച്ചാൽ ഒരു പരിധിക്ക് ആയി. 2 പേരും കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നു, 2 കുട്ടികളായി. അപ്പം അനിയന് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾക്ക് അതേ കണക്ക് 2 പെൺകുട്ടികൾ അയാൾക്കും ഉണ്ട്. പക്ഷെ അയാളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഈ അനിയൻ്റെ സ്വത്തിനെ തട്ടിപ്പറിക്കുക എന്നുള്ളതാണ്. അയാളുടെ ആ സ്വഭാവത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു ഭാര്യയും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിട്ട് അനിയൻ്റെ സ്വത്തുക്കൾ എന്ന് വെച്ചാൽ പിന്നെ കൊടുക്കാം എന്നുള്ള ഇതിൻ്റെ പുറത്ത് അവർക്ക് ബിസിനസ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഏകദേശം കുട്ടികളുടെ വിവാഹത്തിനൊക്കെ മാറ്റിവെച്ചിരുന്ന സ്വത്ത് ഏകദേശം ഇവർ കൈക്കലാക്കി. പക്ഷേ ഈ പാവപ്പെട്ട ഒരു കളങ്കം അറിഞ്ഞുകൂടാത്ത ഒരു അനിയനാണ്. അവൻ എങ്ങനെ ആ മണ്ടത്തരം കാണിച്ചു എന്നറിയില്ല. ഏകദേശം ഉള്ളതും ചേട്ടന് വേണ്ടി കൊടുത്തു എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കാം, കുട്ടികളുടെ വിവാഹ സമയമാകുമ്പോൾ തിരിച്ചു കൊടുക്കാം, ബിസിനസ്സിന് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്വത്തുക്കൾ അത്രയും വാങ്ങിച്ചത്. പക്ഷേ ഈ കുട്ടികളുടെ സമയമായപ്പോൾ, വിവാഹ സമയമായപ്പോൾ ഇദ്ദേഹം അത് തിരിച്ചു കൊടുത്തില്ല. പല കാര്യങ്ങൾ പറഞ്ഞു. അവസാനം അനിയന് മനസ്സിലായി പറ്റിച്ചതാണെന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു.
കാര്യം അയാൾ അത്രയും നാളും ഉണ്ടാക്കിയതെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി. അങ്ങനെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിൻ്റെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ ഒരു ബൈക്കിൽ ഇങ്ങനെ പുറത്തു പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു വലിയ ആക്സിഡൻറ്റ് അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ശരിക്കും മരിക്കാതെ വന്നത് വളരെ രക്ഷ, പക്ഷേ മരണ സമാനമായിട്ടുള്ള ദുരിതമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ തിരിച്ച് വീട്ടുകാർക്ക് കിട്ടുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 4-5 ദിവസം അദ്ദേഹം അവിടെ കിടന്നു. പക്ഷെ ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ബോധമൊന്നുമില്ല. പക്ഷെ ഒരു സമയത്തിന് അദ്ദേഹത്തിന് ബോധം വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ ബൈക്കിൽ പോയപ്പോഴത്തേക്ക് മരിച്ചുപോയ അനിയൻ വന്ന് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എനിക്ക് ശ്വാസം കിട്ടിയില്ല, അങ്ങനെ എൻ്റെ ബൈക്ക് തെന്നി പോയി അപകടത്തിൽപ്പെട്ടതാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പം ഇത് വളരെ സത്യമാണ്, നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അനിയൻ സ്വയം ജീവനൊടുക്കാൻ കാരണക്കാരനായ ഒരു ചേട്ടൻ പറയുന്നതോ സ്വബോധത്തോടു കൂടിയില്ല. മരണസമാനമായ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് മരിക്കുമെന്നൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരല്പം ബോധം കിട്ടിയപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. മനസ്സിലാക്കുക, ഇതൊരു അനിയൻ ആത്മഹത്യ ചെയ്ത് 13 ദിവസത്തിനുള്ളിൽ നടന്നതാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇനി മറ്റൊന്നും വേർതിരിച്ച് വെക്കാനൊന്നുമില്ല. അനിയൻ്റെ ആത്മാവ് വന്ന് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുകയോ മറ്റൊരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ തോന്നലുണ്ടാക്കുകയോ ആ തോന്നൽ കാരണം അദ്ദേഹം അപകടത്തിലേക്ക് പോയി അദ്ദേഹവും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ +1 പഠിക്കുന്ന 3 കുട്ടികൾ, 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയും. അപ്പം ഇവർ താമസിക്കുന്നത് തന്നെ ഒരു പരിസരത്താണ്. ഒരു പരിസരം ഒരു വലിയ 2-3 ഏക്കറോ വരുന്ന വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ 3 ഭാഗത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത്. അപ്പം ഇതിൽ ഒരു പെൺകുട്ടിയും ഈ പയ്യനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, അറിയാമല്ലോ, സാധാരണഗതിയിൽ വരുന്ന. മറ്റേ പെൺകുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ 2, അതായത് ഈ സ്നേഹിക്കുന്ന 2 ഈ ചെറുപ്പക്കാരനും ഈ ചെറുപ്പക്കാരി, അത് +1 പഠിക്കുന്നവരാണ്. അതിൽ ആ പയ്യൻ ഈ പെൺകുട്ടിയോട്, അതായത് ഇതിൽ ഉൾപ്പെടാത്ത, അതായത് സുഹൃത്തുക്കളാണെങ്കിലും ഈ വേറിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല, ആ പെൺകുട്ടിയുടെ എന്തോ ഒരു വിഷയം ഉണ്ടാക്കി, അത് വലിയ വിഷമത്തിനിടയാക്കി എന്തായാലും ആ പെൺകുട്ടി സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തു. കാര്യം ഈ കാമുകനും കാമുകിയല്ല, ഇവരുടെ 2 പേരുടെയും സുഹൃത്തായ മറ്റൊരു പെൺകുട്ടി. ഇവർ കൊച്ചിലെ കളിച്ച് വളർന്നവരാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ 2ാമത്തെ നിലയിൽ, വീട്ടിൽ ആരുമില്ല, അനിയത്തി മാത്രം ഉണ്ടായിരുന്ന സമയത്തിന് കുളിമുറിയിൽ കയറിയിട്ട് ജനൽപ്പടിയിൽ തൂങ്ങി മരിച്ചു. ഈ 2 കൂട്ടുകാരെ കാമുകനുമാണ് ഇതിന് കാരണക്കാരി. പെൺകുട്ടി മാനസികമായിട്ട് വിഷമിച്ച് ആത്മഹത്യ കാരണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് ഈ കുട്ടി ആത്മഹത്യ കഴിഞ്ഞ് 2-നും 3-നും ബാക്കി കൂട്ടുകാരൊക്കെ പറഞ്ഞ്, അതായത് ഈ മരിച്ച പെൺകുട്ടി മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ വിഷമം ഉണ്ടാകുന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം മറ്റുള്ള കുട്ടികൾ ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടിലൊക്കെ വന്ന് പറയുന്നു. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ 7 ദിവസത്തിനുള്ളിൽ ഈ ആദ്യ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 7 ദിവസത്തിനുള്ളിൽ ഈ 2 പേരും, ഈ കാമുകനും കാമുകയും 2 ദിവസമായിട്ട് അവരുടെ വീട്ടിൽ അവരും ആത്മഹത്യ ചെയ്തു. ഭയങ്കര ഒരു സംഭവമാണ് ഇത്. ഞാൻ നേരിട്ട് ഞാൻ പോയി പരിഹാരത്തിന് അതിനുശേഷം ഞാൻ പോയിട്ടുള്ളതാണ്. അതായത് ഈ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്ത 13 ദിവസത്തിനുള്ളിൽ ഈ 2 ചെറുപ്പക്കാരും +1 കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്ന് മനസ്സിലായിക്കൊള്ളാം, അവരും ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. 3ാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ അതൊരു 5-6 വർഷത്തിന് മുമ്പ് നടന്നതാണ്. ഒരു 20-21 വയസ്സ് വരും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സ്വത്തും സ്വർണവും എല്ലാം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഭർത്താവ് വലിയ കുഴപ്പമില്ല എന്നാണ് ഇവരുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ഈ ഭർത്താവിൻ്റെ അമ്മ, അതായത് ഈ പെൺകുട്ടി ചെന്ന് കയറിയ വീട്ടിലെ അമ്മാവി ഒരു കടൂരം പിടിച്ചൊരു സ്ത്രീയാണ്. ഒരു ഗുണ്ട എന്ന് തന്നെ പറയാം. അവർക്ക് സ്വത്തിനോടുള്ള ആർത്തി, മകൻ ജോലി ചെയ്തു കൊണ്ടുവരുന്ന സ്വത്ത് അതെല്ലാം അവർക്ക് വേണം. അവരുടെ മകളും കൂടെയാണ്, സ്വത്തെല്ലാം അവർക്ക് വേണം. ഈ കൊണ്ടുവന്ന സ്വർണമെല്ലാം അവർ അപ്പോഴും തന്നെ വാങ്ങിച്ച് ലോക്കറിൽ വെക്കുന്നു. വീണ്ടും കാർ വേണം, പൈസ വേണം, സ്വത്ത് വേണം, ഭൂമി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി നിരന്തരം ഇങ്ങനെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദ്രവം തന്നെയാണ്, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പയ്യൻ അതായത് ഈ ഭർത്താവ് ഇതിനൊന്നും ഇടപെടുന്നില്ല. അങ്ങനെ ഒരു 3-4 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. 4 മാസം ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇവരുടെ വീട്ടിലൊരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിങ്ങനെ വീട്ടിലിങ്ങനെ അമ്മ ബുദ്ധിമുട്ടാണ്, അവരിങ്ങനെ പൈസ ചോദിക്കുന്നു, എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. പക്ഷെ ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല, അമ്മയെ പേടിയാണ്. അത്രയ്ക്ക് ചട്ടമ്പിയാണ് സ്ത്രീ. ഒരു ദിവസം ഇവരുടെ വീട്ടിലൊരു ഫോൺ വരുന്നു. അവളുടെ മുറി വിളിച്ചിട്ട് കതക് തട്ടി വിളിച്ചിട്ട് തുറക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്
ഇവർ നേരെ അവിടെ ചെല്ലുമ്പോൾ പോലീസ് ആൾക്കാരെല്ലാവരും ഉണ്ട്. അപ്പം അകത്ത് പെൺകുട്ടി ജീവനോടുകൂടി ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൂടെ ചെന്നതിന് ശേഷം ആണ് പോലീസ് തുറന്നകത്ത് നോക്കുമ്പോൾ കഴുത്ത് അറ്റ നിലയിൽ, പുറമേ അറ്റുപോയില്ല, പക്ഷേ ഈ ഭാഗത്ത് ഇങ്ങനെ എന്തോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ച് പെൺകുട്ടി രക്തം വാർന്ന് മരിച്ച് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ അമ്മാവി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പം ഈ അമ്മാവി ഇനി ഏത് വിധത്തിൽ ഇവരെ വിഷമിപ്പിച്ചാലോ, ഇനി അവരുടെ സ്വന്തം മകൻ തന്നെ വയറ് കീറി മരിച്ചു കിടക്കുന്ന കണ്ടാൽ പോലും അവരുടെ മനസ്സരിയിൽ അത്രയ്ക്ക് ദുഷ്ടത്തനം പിടിച്ചൊരു സ്ത്രീയാണ്. പക്ഷെ അതിനകത്ത് ഇവർക്ക്, ഈ വീട്ടുകാർക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന് പോലും സംശയം ഉണ്ടായിരുന്നു. ഈ കേസ് ഒരുപാട് വാർത്തയായതാണ്, ടി വിയിലും മറ്റ് പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വന്നൊരു കേസാണിത്. പക്ഷേ ഈ കടൂരം പിടിച്ച ഈ സ്ത്രീ എന്ത് കാരണത്താലെന്നറിയില്ല, ഈ പെൺകുട്ടി മരിച്ച് 4-ന്റെ അന്ന് 4-ാം ദിവസം അവരുടെ വീട്ടിൻ്റെ കുറച്ച് ദൂരെ മാറിയുള്ള ഒരു ചെറിയ മരത്തിൽ അവരും തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ആ നാട്ടുകാരെല്ലാവരും പറയുന്നത് ആ സ്ത്രീ അങ്ങനെ ചെയ്യില്ല. ഇനി ആരെ വെട്ടി തുറന്നുകൊണ്ട് അവരുടെ വീട്ടിൽ മുമ്പിൽ വെച്ചു കൊടുത്താൽ പോലും അവർക്ക് അത് വിഷയമല്ല. അവർക്ക് പണമാണ് ആവശ്യം. ഈ പണം, ഇത്രയും ദ്രോഹിച്ചുണ്ടാക്കിയ പണം, അത് അവർ വെച്ചുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ 4-ന്റെ അന്ന് ഈ സ്ത്രീയും ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ, ആദ്യം ഞാൻ പറഞ്ഞൊരു ബൈക്ക് ആക്സിഡൻറ്റ്, രണ്ടാമത് ഈ 2-3 ചെറുപ്പക്കാർ കുട്ടികൾ, അതിൽ 3 പേരും ആത്മഹത്യ ചെയ്തു. ഈ കടൂരം പിടിച്ച ഈ ഒരു അമ്മാവി, ഇവരുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇതുപോലുള്ള ആത്മാക്കൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. എല്ലാ ആത്മാക്കൾക്കും പറ്റില്ല. ചില ഇതേ കണക്കുള്ള നിരപരാധികളായിട്ട്, അതായത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ചില ആത്മാക്കൾ, മറ്റുള്ളവർ മനഃപൂർവ്വം കൊന്നുകളയുന്ന ചില ആത്മാക്കളൊക്കെ ഈ 13 ദിവസത്തിനുള്ളിൽ അവർക്ക് ഭയങ്കരമായ ശക്തിയുണ്ട് എന്ന് തെളിയിച്ച ഒരുപാട് കേസുകളുണ്ട്. ഈ 3 കേസിലും സംഭവിച്ചതും അതുതന്നെയാണ്. ഈ അവസാനം പറഞ്ഞ കടൂരം പിടിച്ച ഈ അമ്മാവിയൊന്നും ഒരിക്കലും അവർ ആത്മഹത്യ ചെയ്യില്ല, അവരും ചെയ്തു. അതിനു മുമ്പ് ഈ 2 +2 പഠിച്ച സുഹൃത്തുക്കൾ, അവരും ഇത് ചെയ്യാൻ ഒരു സാധ്യതയില്ല, അവരും ചെയ്തു എന്നുള്ളതാണ്. ആദ്യം ബൈക്കിൽ പോയ അയാൾ ചെയ്യില്ല, പക്ഷേ മറ്റൊരു വിധത്തിൽ അയാൾ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, ആര് മരിച്ചാലും ഈ 13 ദിവസം ഈ ആത്മാവ്, അതായത് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു നമ്മുടെ ചിന്ത, അതെല്ലാ ചിന്തയോടുകൂടി, ആ വിചാരത്തോടും കൂടി 13 ദിവസം ശരീരമില്ലാതെ ആ പ്രിയപ്പെട്ടവരുടെ ആ അന്തരീക്ഷത്തിൽ അലഞ്ഞു തിരിയുമെന്ന് പറയുന്നത് അത് സത്യമാണെന്നും അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് ഇതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇതിന് ശേഷം പരിഹരിക്കാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. കാര്യം ചിലപ്പോൾ പിടിച്ചു കെട്ടിയാൽ പോലും കിട്ടാത്ത വിധത്തിൽ അത്രയും പവർഫുള്ളായിട്ട് വരുന്ന ഒരുപാട് ആത്മാക്കളെയും, കാര്യം ഇത് ഈ 13 ദിവസം പറയുന്നുണ്ടെങ്കിൽ പോലും അപൂർവമായിട്ട് ചിലത് 13 കഴിഞ്ഞാൽ പോലും അത് എന്താണ് പറയുന്നത്, ഒരു വളരെ ദേഷ്യത്തോടു കൂടി, വളരെ പകയോടുകൂടി നിൽക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. അതിനെയൊക്കെ പോയി ശാന്തപ്പെടുത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവനെ തന്നെ പണയം പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു അത്രയും ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ പലരും ചോദിച്ചാണ് ആത്മാവിന് ശക്തിയുണ്ടോ എന്നുള്ളത്. ശക്തിയുണ്ട്, പ്രത്യേകിച്ചും മരണപ്പെട്ട 13 ദിവസം ആ ആത്മാവിന് അത്യപൂർവമായ ശക്തി ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായി മരിക്കുന്നവർക്കൊന്നും അങ്ങനെ ഉള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ വന്ന് കാണിക്കാറുണ്ട്, അവരുടെ രൂപം കാണിക്കാറുണ്ട്, അവർ നടന്നു വരുന്ന ആ നടപ്പിൻ്റെ താളം കേൾപ്പിക്കാറുണ്ട്, ചില ഗന്ധങ്ങൾ അവർ പുറപ്പെടുവിക്കാറുണ്ട്, ഭാര്യയോ മക്കളെയോ പ്രിയപ്പെട്ടവരോട് പേര് വിളിക്കുന്നതായിട്ട് ഈ 13 ദിവസത്തിനുള്ളിൽ പലരും അനുഭവം ഉണ്ടായിട്ട് അതൊക്കെ സ്വാഭാവികമായും മരണപ്പെട്ടു പോകുന്നു. പക്ഷേ ഇതേ കണക്ക് ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ആത്മഹത്യ ചെയ്യുകയോ കൊലപാതകത്തിന് വിധേയരായി പോകുന്നു ഒക്കെ ചെയ്യുന്ന മനുഷ്യൻ്റെ ആത്മാക്കൾ പകവിയിട്ടാനായിട്ട് ഈ 13 ദിവസത്തിനുള്ളിൽ അവർ വരുന്നുണ്ട്. അതിനുള്ള ശക്തി അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ആര് മരിച്ചു പോയാലും, നമ്മളിപ്പം ഒരു ദുരന്തം സംഭവിച്ചാലും സ്വാഭാവിക മരണമായാലും ആ ആത്മാക്കൾക്ക് കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ
അത് നമ്മൾ കൃത്യമായി നമ്മൾ അവർക്ക് കൊടുത്താൽ ഒരു കാരണവശാലും അവർ നമുക്ക് ദോഷകാരിയാകില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ആ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് മോചനം കൊടുത്ത് അവരെ നല്ല ഒരു ഭാവത്തിലേക്ക് മനുഷ്യനെ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഗുണകരമാകുന്ന ഭാഗ്യങ്ങൾ കൊടുക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് പിതൃതർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അത് വിജയിച്ചു കഴിഞ്ഞാൽ അവർ പിതൃക്കളായി മാറുകയും ആ പിതൃക്കൾ പിന്നീട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വളരെ കാലത്തോളം ഭാഗ്യങ്ങൾ നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ ഇന്നും എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു. അവർ ഒന്നും, അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ 5-നോ 6-നോ സഞ്ചയനം നടത്തും, 16-നാണ് പുലകുളി അടിയന്തരം നടത്തുന്നത്. പക്ഷേ അവരുടെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് 5-ൻ്റെ അന്ന് തന്നെ സഞ്ചയനം നടത്തി പുലകുളി അടിയന്തരം എല്ലാം നടത്തി സകല ചടങ്ങും അന്നുകൊണ്ട് അവർ തീർത്തു. എന്നിട്ട് അവർ വിദേശത്തേക്ക് പോകാൻ പോകുന്നു. 1 വർഷം ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ഈ 13 ബലിയുണ്ട്, മാസബലി. ഈ 13 ബലിയും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി എന്ന് ഏതോ ഒരു ആചാര്യൻ പറഞ്ഞു. അത് ശരിയാണെന്ന് അന്വേഷിക്കുക ഇന്നും എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കാം, ഒരാൾ മരണപ്പെട്ടു പോയാൽ കൃത്യമായിട്ട് 5-നോ 6-നോ നമ്മൾ സഞ്ചയനം നടത്തുക, 16-ന് പുലകുളി അടിയന്തരം നടത്തുക. അത് കഴിഞ്ഞ് വരുന്ന 13 നാളിൽ, അതായത് 1 വർഷം കൊണ്ട് 13 നാൾ വരും. ഒരു നാളിൽ നിന്ന് മറ്റൊരു നാളിലേക്ക് 28 ദിവസമാണ്. അങ്ങനെ 13 ആകുമ്പോൾ 365 ദിവസം വരുന്നുണ്ട്. ഈ 365 ദിവസത്തിനുള്ളിൽ വരുന്ന ഈ 13 ദിവസവും കൃത്യമായി നമ്മൾ പോയിട്ട് തർപ്പണങ്ങൾ നടത്തി 13-ാമത്തത് വാർഷിക ബലിയായി നടത്തി കൊടുത്താൽ അതിനുശേഷം ഒരിക്കലും നമുക്ക് ഈ ആത്മാവിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധമായ ദോഷങ്ങളും ഉണ്ടാകില്ല. മറിച്ച് നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആത്മാക്കൾക്ക് ശക്തിയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞ ഈ 3 സംഭവത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് എങ്ങനെയുള്ള ആത്മാക്കൾക്ക് കൂടിയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമി സംബന്ധമായോ വാസ്തുപരമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളും ഞാൻ ചെയ്തു തരാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.